ഹായ് ഓൾ, ഐ എം സുഫിയാൻ. ഫ്രഷ് ആൻഡ് ലക്ഷറിയസ് ആയിട്ടുള്ള എന്നാൽ ഭയങ്കര പ്രൈസി ആയിട്ടുള്ള പെർഫ്യൂംസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ഒരു പേരാണ് ലൂയി വിത്തോന്റെ ഇമാജിനേഷൻ. അതൊന്നും ഇൻസ്പിറേഷൻ എടുത്തിട്ട് അഫ്നാന്റെ ഒരു സബ്സിഡിയറി ബ്രാൻഡ് ആയിട്ടുള്ള സിമായ എന്ന ബ്രാൻഡ് റിലീസ് ചെയ്ത ഒരു പെർഫ്യൂമാണ് മസാജ് ഇൻഫ്യൂസ്ഡ്. ഒരു ബജറ്റ് പെർഫ്യൂമാണ്. നമുക്കിന്ന് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് സംസാരിക്കാം. സോ ലെറ്റ് us get to the review. വെൽക്കം ടു സൂഫി ഫ്രാഗ്രൻസ്. ഹായ് ഓൾ, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ പ്രസൻറ്റേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ ഹംറ ഒക്കെ പറഞ്ഞ പോലെ ലത്താഫയുടെ അതുപോലെയുള്ള നല്ല കിഡിലൻ സീ ത്രൂ ബോട്ടിലാണ്, ഗ്ലാസ് ബോട്ടിൽ. ഒരു പ്ലാസ്റ്റിക് ക്യാപ്പാണ്, പക്ഷേ ഇത് ക്ലിക്ക് ചെയ്ത് നിൽക്കില്ല, ഭയങ്കര ലൂസായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ക്യാപ്പ് നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. ഇതിൻ്റെ പ്രസൻറ്റേഷൻ കാര്യങ്ങൾ ഞാൻ വഴി നിങ്ങളെ കാണിക്കാം. ഈ ഒരു പെർഫ്യൂം ഇമാജിനേഷൻ്റെ ഒരു ക്ലോണായിട്ടാണ് അവർ റിലീസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്പ്രേ ചെയ്ത് ഉടനെ തന്നെ മനസ്സിലാവും. സിട്രസ്, ജിഞ്ചർ, സ്ലൈറ്റ് സ്പൈസസ്, ടീ ലീവ്സ്, റെസിൻസ് ഒക്കെ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള, എന്നിരുന്നാൽ ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റ് പ്രൊഫൈലായിരുന്നു ഇമാജിനേഷൻ ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഡീക്കൻ എടുത്തായിരുന്നു, 8 ml ബോട്ടിലായിരുന്നു. ഇത്രേ ബാക്കിയുള്ളൂ. അപ്പോൾ ഭയങ്കര കീറി മുറിച്ചുള്ള ഒരു കമ്പാരിസൺ മാത്രം ബാക്കിയില്ല. എന്നിരുന്നാലും നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇമാജിനേഷൻ ആ ഒരു അഡിക്റ്റീവ് ക്വാളിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ വേറെ അനുസരിച്ച് നമ്മൾ ആ ഒരു സെൻറ്റിന് ഇങ്ങനെ അഡിക്റ്റ് ആവുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റി ഉള്ള സെൻറ്റ് പ്രൊഫൈലായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് തള്ളി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പ്രൈസിൻ്റെ പേരിലാണ്. അതിപ്പോഴും ഞാൻ അങ്ങനെ തന്നെ പറയൂ. കാരണം ആ ഒരു ടൈപ്പ് ഓഫ് സെൻറ്റ് പ്രൊഫൈൽ നമ്മൾ 30,000 31,000 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു വിഷമമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിപ്പോഴും ഞാൻ പറയും. ആ സമയത്ത് എനിക്കൊന്ന് 27,000 രൂപ എങ്ങാണ്ടായിരുന്നു. ഇപ്പോൾ പ്രൈസ് പിന്നെയും കുറവ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെർഫ്യൂം അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇമാജിനേഷൻ പോലുള്ള ഇമാജിനേഷൻ്റെ ക്ലോൺസ് കുറേ തപ്പി നടന്നായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് അംബർ ഊദ് അക്വ ദുബായ് അൽ ഹറമൈൻ്റെ, അതിന് ഏകദേശം 5,500 രൂപയുടെ റേഞ്ചിൽ വരുന്നുണ്ട്. 100 ml 75 ml ബോട്ടിലും ഉണ്ട്. എന്നാലും അത് ഇത്തിരി കൂടെ സോപ്പിയർ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്ന കുറച്ച് കഴിയും. ഞാൻ അതുപോലെ തന്നെ ഇബ്രാഹിം അൽ ഖുറൈഷിയുടെ ഫ്രഞ്ച് ടൊബാക്കോ ഒരു തവണ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഓർമ്മയിലില്ല, ആ ഒരു സമയത്ത് സൈനസ് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിലേക്ക് വരുമ്പോൾ ഇത് നമുക്ക് ട്രൈ ചെയ്താൽ ഉടനെ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു ഇമാജിനേഷൻ DNA ആണ് എടുക്കാൻ ശ്രമിച്ചിരിക്കുന്നതെന്ന്. ഇമാജിനേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, പൊതുവെ സിട്രസ് ബേസ്ഡ് പെർഫ്യൂംസ്, നമ്മൾ സിട്രസ് ആയിട്ടുള്ള സെൻറ്റുകൾ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു സിട്രസിൻ്റെ സ്മെല്ല്, ബഗമോ ആവട്ടെ അല്ലെങ്കിൽ ലെമൺ ആവട്ടെ, ആ ഒരു സ്മെല്ല് ചിലപ്പം 10-15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ്, മാക്സിമം പോയാൽ 1/2 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ ആ ഒരു സിട്രസുകളൊക്കെ മാഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ അതിൻ്റെ ഈ ഒരു സിട്രസ്, ആ ഒരു ഫ്രഷ്നെസ് കുറേ അധികം സമയത്തേക്ക് നീണ്ടു നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു പെർഫ്യൂമറായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞതും പിന്നെ ഞാൻ കുറച്ച് വായിച്ചതായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതായത് റെസിൻസ് യൂസ് ചെയ്യും. LME എന്നൊരു റെസിനുണ്ട്. നമ്മൾ സ്പൈസ് ബോംബ് എക്സ്ട്രീമിൻ്റെ റിവ്യൂവിൽ സംസാരിച്ചപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതിയാവും. അതിൽ ഈ ഒരു LME റെസിൻ യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ വേറെ ഫിക്സേറ്റീവ്സ് ആയിരിക്കാം. എന്നിരുന്നാലും ഈ ഒരു LME റെസിനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സിട്രസ് നോട്ട്സിൻ്റെ ദൈർഘ്യം കുറച്ചുകൂടെ കൂട്ടിയെടുക്കാൻ പറ്റും. അത് തിരുകൂടെ സമയത്തേക്ക് നമുക്കതൊന്ന് ഫീൽ ചെയ്യുന്നതായിട്ട് നീട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ റെസിൻസ് ഒക്കെ ഇതിൽ യൂസ് ചെയ്തിരിക്കാം. അപ്പോൾ ഈ രണ്ട് പെർഫ്യൂംസ് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഇതൊരു 1-to-1 ക്ലോൺ ഒന്നുമല്ല. എന്നിരുന്നാലും ഇതിൻ്റെ ഡയറക്ഷനിൽ പോകാനാണ് ഇത് ശ്രമിക്കുന്നത് മനസ്സിലാവും. 2,000 രൂപയ്ക്ക് ഇത് വളരെ വർത്തിയായിട്ടുള്ള ഒരു പെർഫ്യൂമാണെന്ന് ഞാൻ പറയൂ. അവർ ആവതും ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു ഡയറക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അത് നല്ലപോലെ ഇതിൽ കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇമാജിനേഷനിലേക്ക് വരുമ്പോൾ തിരുവിടെ ജ്യൂസിയഡായിട്ടുള്ള സിട്രസുകളാണ് ഇതിൻ്റെ ടോപ്പിൽ വരുന്നത്. നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ജിഞ്ചറിൻ്റെ ഒക്കെ സ്മെല്ല് നോട്ടീസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് സ്മെല്ല് ചെയ്ത് വരുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, നമ്മൾ സ്പ്രൈറ്റിൽ നിന്നൊക്കെ ആ ഒരു എഫർവസൻ്റെ ആ ഒരു ഗ്യാസിൻ്റെ സ്മെല്ല്, ആ ഒരു കാർബണേറ്റഡ് ഡ്രിങ്കിൻ്റെ ആ ഒരു ഗ്യാസ് അങ്ങ് പോയി കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ഒരു സ്വീറ്റ് സ്മെല്ലുണ്ടല്ലോ, ആ ഒരു ടൈപ്പ് സ്മെല്ല് ഇതൊന്നും എനിക്ക് വളരെ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റി. ആ ഒരു സ്പ്രൈറ്റ് പോലെ ഇരിക്കുന്ന ഒരു സ്മെല്ല് ഇതിലുണ്ട്. പിന്നെ ഇതിൻ്റെ പിറകിലായിട്ട് ഇമാജിനേഷൻ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് നിർത്തുന്നത് പറഞ്ഞാൽ അതിലൊരു സ്വീറ്റ്നെസ് ഉണ്ട്. അത് വേണമെങ്കിൽ ത്രൂ ഔട്ട് എന്ന് പറയാം. ആ ഒരു സ്വീറ്റ് എലമെൻറ്റ് ഒരു സിട്രസി സ്വീറ്റ്നെസ് അല്ല, പകരം വേറൊരു തരം സ്വീറ്റ്നെസ്, ചെറുതായിട്ടൊരു ക്രീമി ടച്ചൊക്കെയുള്ള ആ ഒരു സ്വീറ്റ്നെസ് അങ്ങനെ നിൽക്കുന്നുണ്ട് ഇതിൽ കുറേ നേരം പ്രസൻ്റ് ആയിട്ട്. അത് ഇതിനെ ഒന്നുകൂടെ എൻജോയബിൾ ആക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഒരിക്കലും ഓവർവെൽമിംഗ് ആയിട്ട് ഫീൽ ചെയ്യുക അങ്ങനത്തെ ഒന്നുമില്ല. ചില ക്ലോണുകളൊക്കെ ഞാൻ ട്രൈ ചെയ്തപ്പോൾ ഭയങ്കര ടൂ സോപ്പി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഡിറ്റർജൻറ്റ് ലൈക്ക് സ്മെല്ല് അത് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഒഴിവാക്കി വിട്ടു. പക്ഷേ ഇതിൽ അത് ഇത്തിരിയൂടെ എല്ലാം ബാലൻസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിന് ഇത്തിരിയൂടെ ആ ഒരു സോപ്പിനെസ് കൂടുതലുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. സൈഡ് ടു സൈഡ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ പറയാം ഒരു 70% ഒക്കെ മാക്സിമം
ഇതുമായിട്ട് ക്ലോസ് ആയിട്ട് എത്തുന്നുള്ളൂ. ഇമാജിനേഷനിൽ ഇതിലൂടെ സമയം കഴിയുമ്പോൾ ഒരു സ്ലൈറ്റ് സ്പൈസിനെസ് ഒക്കെ കിട്ടും സിന്നമണിൻ്റെ. പിന്നെ ഒരു റെസിനസ് ഫീൽ ഉണ്ട്. പിന്നെ അതുപോലെ ഇതിലെ ആ ഒരു ടീ ലീവ്സിൻ്റെ സ്മെല്ല് കുറച്ചൊരു ഗ്രീനർ ടച്ചൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ടീ ലീവ്സിൻ്റെ സ്മെല്ലിൽ നമ്മൾ ക്ലോസ് ആയിട്ട് സ്മെല്ല് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ഡ്രൈ ആയിട്ടുള്ള ലീവ്സിനെ ആലോചിച്ച് നോക്കിയാൽ ഇത്തിരി ഒരു ഉണങ്ങിയ ലീവ്സിൻ്റെ ടൈപ്പുള്ള സ്മെല്ലും ഇതൊന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടീ ലീഫ് അക്കോർഡൊക്കെ ഇതിൽ കുറച്ചുകൂടെ കുറവാണ്. എന്നിരുന്നാലും ഡ്രൈ ഡൗണിലേക്ക് വരുന്നതനുസരിച്ച് ഇത്തിരി കൂടെ ഒന്ന് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. അത് ഇത്തിരി കൂടെ ആ ഒരു സ്വീറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയും 1-to-1 ക്ലോൺ അല്ലെങ്കിൽ കൂടെ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ വെയറബിൾ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവന്മാർ ഡെയിലി കുറേ അടിക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങിച്ചിട്ട് ഇത്രയും ദിവസത്തിനുള്ളിൽ തന്നെ ഏകദേശം കുറച്ചധികം തീർന്നിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു 10-20 സ്പ്രേ ഒന്നും അടിക്കുന്നുണ്ട് ഒരു തെറ്റും ഫീൽ ചെയ്യാത്തൊരു പെർഫ്യൂം ആയിരിക്കും ഇത്. നമുക്ക് ഒരിക്കലും ഓവർവെൽമിംഗ് ആയിട്ട് ഫീൽ ചെയ്യില്ല. ഈ ഒരു സിട്രസ് ബേസ്ഡ് ആയിട്ടുള്ള സെൻറ്റുകൾ നല്ല താല്പര്യം ഉണ്ടാക്കി നമുക്ക് എവറിഡേ സെൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂമാണ്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇമാജിനേഷൻ ഇത്തിരി കൂടെ ലോങ്ങർ ലാസ്റ്റിംഗ് ആണ്. ഞാൻ ഒരു ദിവസം ഈ അടുത്ത് മഴ ആയതുകൊണ്ട് പിന്നെ ഒന്നുകൂടെ കൂളർ വെതറാണല്ലോ, അപ്പം ഞാൻ ടീഷർട്ടിലൊക്കെ അടിച്ചിട്ട് അടുത്ത ദിവസം എനിക്ക് വൈകുന്നേരം അടിച്ചിട്ട് അടുത്ത ദിവസം രാവിലെയൊക്കെ സ്മെല്ല് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അത്ര തന്നെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസിന് അത് അങ്ങനെ ചെയ്യണം. എന്നിരുന്നാലും ഈ ഒരു പെർഫ്യൂമിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഔട്ട്ഡോർസ് ഭയങ്കര വെയിലൊക്കെ ഉള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ ഒരു 3 to 4 hours ഒക്കെ മാക്സിമം നിൽക്കുന്നുള്ളൂ. ഹാർഷ് അല്ലാത്ത ക്ലൈമറ്റിലാണ് യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ നല്ലത്. എന്നിരുന്നാലും നിങ്ങൾക്ക് നല്ല വെയിലൊക്കെ ഉള്ളപ്പോൾ പുറത്തേക്ക് അടിച്ചു പോകുമ്പോൾ ഭയങ്കര എൻജോയബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നൊരു സെൻ പ്രൊഫൈലായിരിക്കും ഇതിനുള്ളത്. നിങ്ങൾക്ക് ഓഫീസിൽ സേഫ് ആയിട്ട് വെയർ ചെയ്യാം. ഇൻഡോർ ആകുമ്പോൾ 4+ hours 5+ hours ഒക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്ത് ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് നാട്ടിലേക്ക് പോയ സമയത്ത് കോഴിക്കോടേക്ക് അവിടെ നിന്ന് രാവിലെ ഞാൻ ട്രെയിനിൽ പോയ സമയത്ത് ഈ ഒരു പെർഫ്യൂം ക്യാരി ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നിന്ന് രാവിലെ അടിച്ചിട്ട് ഏകദേശം ഉച്ച വരെ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ പ്രൊജക്ഷനിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ ഒരു 40-45 minutes ആ ഒരു റേഞ്ചിൽ വരെ അത്യാവശ്യം നോട്ടീസബിൾ ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട്. പിന്നെ ഒന്നുകൂടെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ലൊരു ഫസ്റ്റ് 1.5 hour വരെ മാക്സിമം പുഷ് ചെയ്യുന്നുണ്ട് നിങ്ങളൊരു 12 പ്രൈസ് ആ റേഞ്ചിലേക്ക് അടിക്കുകയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒന്നും തെറ്റില്ല. 100 ml ആണെങ്കിൽ പ്രൈസ് വരുന്നത് 2100 രൂപയാണ്. നിങ്ങൾ ഈ ഒരു ഇമാജിനേഷൻ DNA കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ള പെർഫ്യൂംസ് തപ്പി നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നെയായാലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണെന്ന് ഞാൻ പറയും. പെർഫോമൻസിൽ നിങ്ങൾ 10 മണിക്കൂറൊന്നും വിചാരിക്കരുത്. ഇത് ചിലപ്പോൾ ഓവർ ടൈം ഇത് ഒന്നുകൂടെ ബെറ്റർ ആവാൻ മതി. ഇതിപ്പോൾ 2 ആഴ്ച ആയിട്ടുള്ളൂ. പൊതുവേ മിഡിൽ ഈസ്റ്റേൺ ഫ്രാഗ്രൻസുകളുടെ ഒരു സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. യൂസ് ചെയ്ത് കഴിഞ്ഞ് പയ്യെ വരുന്നതനുസരിച്ച് മാറി മാറി സെറ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ അതും ഇതിൽ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതാണ് ക്യാപ്പിൻ്റെ പ്രശ്നം. പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോട്ടിൽ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഞാനത് വാങ്ങിച്ച ഒരു യൂട്യൂബറുടെ അടുത്ത് ഒരു പെർഫ്യൂം എക്സ്പീരിയൻസ് എന്ന ചാനലുണ്ട്. അപ്പോൾ പുള്ളി ഇപ്പോൾ സെയിൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റോറൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ അവൈലബിൾ ആയിരുന്നു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അന്വേഷിച്ചപ്പോൾ. അപ്പോൾ പുള്ളിയുടെ അടുത്ത് നിന്നാണ് വാങ്ങിച്ചത്. ഏകദേശം 2100 2150 2100 രൂപയാണെന്ന് തോന്നുന്നു. അങ്ങനെ കണ്ടാണ് ഞാൻ പേ ചെയ്തത്. അപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് നോക്കുക അവിടെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഫ്രാഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. അവിടെ വലിയ പ്രൈസ് കണ്ടിട്ടില്ല. 2400 രൂപ താഴേക്ക് എങ്ങാണ്ടാണ് പ്രൈസ് കണ്ടിട്ടുള്ളത്. അപ്പോൾ വാങ്ങിക്കുന്നതുകൊണ്ട് തെറ്റില്ല. നിങ്ങൾ ആരെയും കണ്ണുപൊട്ടി വാങ്ങിക്കാതിരിക്കുക. പറ്റുകയാണെങ്കിൽ ഡീക്കൻഡ് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം വാങ്ങിക്കുക. നിങ്ങൾക്ക് എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട്. എന്നിരുന്നാലും എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഇതിന്ന് കിട്ടുന്നത്. നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും എക്സ്പീരിയൻസ് കമൻസിൽ ഷെയർ ചെയ്യുക. വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് ഒന്നുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ നല്ല ക്ലോൺസ് ആരെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇമാജിനേഷൻ്റെ നല്ല ക്ലോൺസ് ആരുടെയെങ്കിലും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്യാം. സോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.